ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയും. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അമൽ പോള്. നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കുന്നംകുളം അടുത്തുള്ള ആറ്റുപുറം അഞ്ഞൂര് ആൽത്തറ എന്ന് പറയുന്ന അതിൻ്റെ ആറ്റുപുറം സെൻറ്റ് ആൻ്റണീസ് ഇടവകയിലാണ്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം തിരൂര് സെൻറ്റ് തോമസ് ഇടവകയിൽപ്പെട്ട തിരൂര് കിഴക്കേങ്ങാടിയിലാണ് ജനിച്ചു വളർന്നത്. ദൈവം എന്നെ ഇവിടേക്ക് എത്തിച്ചു. എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതമല്ലേ. ഞാൻ എവിടെ ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു, അവിടുന്ന് തുളിക്കുന്നു, ഞാൻ നടക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു ഗാനരചയിതാവോ മ്യൂസിക് ഡയറക്ടറോ ഒന്നുമല്ല. എങ്കിൽ തന്നെ എനിക്കിങ്ങനെ പാട്ടിനോടും അതുപോലെ നൃത്തത്തിനോടും എല്ലാതും നല്ല അഭിരുചി ഉണ്ടായിരുന്നു. ഞാൻ സർക്കസിലൊക്കെ ഡാൻസിലൊക്കെ ഞാൻ ഡാൻസുകാരനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ 24-ാമത്തെ വയസ്സിൽ യാദൃശ്ചികമായിട്ടാണ് ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടായതാണ്. പശ്ചാത്തപിക്കുവിൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ യേശുവിലേക്ക് വരുന്ന കാരണം. അതിന് മുൻപ് ഞാൻ RSS പ്രവർത്തകനായിരുന്നു. മുളകുന്നത്ത് കാവുകാസൻപുരം ശാഖയിലാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ സമൂഹത്തിൽ RSS സമൂഹത്തിൽ എല്ലാവരും പോട്ടയിൽ ധ്യാനം കൂടി വന്ന ആൾക്കാരെ പോലെയായിരുന്നു. നല്ല വ്യക്തികളായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരിൽ നിന്ന് അവർ നല്ലത് എനിക്ക് പഠിക്കാനും നല്ലത് അറിയാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരുമായിട്ട് ഇന്നും നല്ല സൗഹൃദത്തിലാണ്. ഞാൻ യേശുവിനെ ആരാധിക്കുന്നു. യേശുവിനെ എൻ്റെ ദൈവമായി ഞാൻ കണ്ടെത്തി. അറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും തിരിച്ചറിവാണല്ലോ മെയിൻ കാര്യം. അപ്പോൾ എനിക്ക് ആ തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു. യേശുവിനെ എൻ്റെ എന്ന് പറയാൻ, ക്രിസ്ത്യാനികളുടെ ദൈവം എന്നായിരുന്നു ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ യേശു എൻ്റെ ദൈവമാണെന്ന് പറയാനുള്ള തിരിച്ചറിവ് ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് യേശു എൻ്റെ ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഇടനെഞ്ചിലിരുന്ന കനലിൻ്റെ ചൂടേറ്റ് എന്ന കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് എന്ന പാട്ടാണ് എനിക്കൊരു എന്തെന്ന് പറയുക, ഞാൻ എഴുതിയ പാട്ടിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പാട്ട്. എന്നാൽ ഒല്ലൂർ പനംകുറ്റിച്ചാറ പള്ളിയുടെ മേരിമാത പള്ളിയുടെ മേരി പാത ഒക്കെ എഴുതിയത്, മാലാഖമാർ മിഖായേൽ മാലാഖയുടെ റഫായേൽ മാലാഖയുടെ ഒക്കെ പാട്ടുകളൊക്കെ എഴുതിയത്, കൊച്ചുറസ്യ പുണ്യാളത്തിയുടെ ഒരു പാട്ട്, പിന്നെ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ബിയാ മരിയെ, പിന്നെ അല്ലാതെ പിന്നെയും കുറേ പാട്ടുകളുണ്ട്. പിന്നെ കൂടാതെ തിരുത്തിപ്പറമ്പ് പള്ളി, വടക്കാഞ്ചേരി ഫൊറോനിൽപ്പെട്ട തിരുത്തിപ്പറമ്പ് പള്ളിയുടെ ഔസപിതാവിൻ്റെ പള്ളിയാണ്. അതിൻ്റെ പിതാപാത ഇതെല്ലാം തയ്യാറാക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എനിക്ക് 2-3 വചനങ്ങളെ എനിക്ക് അറിയുള്ളൂ. വചനങ്ങളൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിയില്ല. എന്നാൽ തന്നെ എന്നെ സ്പർശിച്ച വചനം, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണെന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നിന്നുള്ള ആ വാക്യം എനിക്ക് ഭയങ്കരമാണ്. എന്നെ ഭയങ്കരമായിട്ട്. അതുപോലെ മഗ്ദലന മറിയത്തിനെ വിളിച്ചിട്ട് പറയുന്നില്ലേ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല ഗുരു, എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്നത്. അത് എന്നെ സ്പർശിച്ചിട്ടുള്ള ഓരോ വാക്യങ്ങളാണ് ഇത്. അങ്ങനെ എനിക്ക് പിന്നെ ഒരു വാക്യം കൂടി ഉണ്ട്, ഫിലിപ്പി 1:29. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി ഞാൻ നിങ്ങൾക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ക്രിസ്തുവിൽ എന്നെ പിടിച്ചു നിർത്തുന്ന പ്രധാന വചനം. ഈ പാട്ട് എഴുതുമ്പോൾ, ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതുമ്പോൾ ഞാൻ സർക്കസിലാണ്. കഞ്ചുകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കളിക്കുന്നത്. കഞ്ചുകോട് റാണി ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു ചാൻസ് വന്നു. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ടൊന്ന് പോയതാണ്. അപ്പോഴാണ് അവിടെ വെച്ചിട്ട് ജപമാല ചൊല്ലാൻ എനിക്ക് സാധിക്കണില്ല, സങ്കടം വന്നിട്ട്. എൻ്റെ സാമ്പത്തികമായൊക്കെ വളരെ ഞെരുങ്ങി, സർക്കസൊക്കെ പൊളിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ജപമാല ചൊല്ലുമ്പോൾ ഞാൻ ജപമാല ചൊല്ലാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. 3 ട്രിപ്പ് ജപമാല ചൊല്ലിയ ആൾക്കാർ ഏറ്റുപോയി.
അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ ഉള്ളിൽ കിടന്ന് കഴിയുന്ന തീ അത്ര അധികം ഉണ്ട്. അത് ആ തീയാണ് എൻ്റെ ഈ കണ്ണീരിങ്ങനെ വരുന്നത്, അല്ലാണ്ട് ഞാൻ വെറുതെ ഇരുന്ന് മോങ്ങണതല്ല. എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും അമ്മ ഓരോ നന്മ നിറഞ്ഞ മറിയുമ്പോൾ എന്ന എൻ്റെ പ്രാർത്ഥനയായിട്ട് അമ്മ സ്വീകരിച്ചാലും ഇതാണ് ഈ പാപിയായ മകൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ജപമാല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുറം നെയ്ത് വിറ്റിട്ട് കിട്ടുന്ന ഒരു 20 രൂപ തന്നിട്ട് എന്നെ സഹായിക്കുമായിരുന്നല്ലോ. എനിക്ക് അതിനും ആളില്ലാണ്ടായില്ല. എൻ്റെ അമ്മയെ മരിച്ചു, എനിക്ക് ആരുമില്ലാതെ ആയി. അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് അമ്മയോടല്ലാണ്ട് മറ്റാരോടും എനിക്ക് അപേക്ഷിക്കാനോ പറയാനോ ഇല്ല. അത് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിയോഗങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് കടലാസ് വെച്ചിട്ടുണ്ട്. അത് കടലാസ് എടുത്തിട്ട് എഴുതുകയാണ്. നിയോഗങ്ങൾ എഴുതി വയ്ക്കാനാണ് കടലാസ് എടുത്തത്. പക്ഷേ ഞാൻ എഴുതുന്നത് ഇടനെഞ്ചിലെരിയുന്ന എനിക്ക് എല്ലാ പാട്ടും ഇന്നേ വരെ മാതാവ് തന്നിട്ടുള്ളത് ട്യൂണോട് കൂടിയിട്ടാണ്. ഒന്നും ട്യൂൺ പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. അതിൽ നിയോഗം എഴുതുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതിയത് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ്, അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് അങ്ങനെ പാടിക്കൊണ്ടാണ്. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അത് കഴിഞ്ഞിട്ട് 4 വരി എഴുതി കഴിഞ്ഞിട്ട് അകത്ത് ചെന്നിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റാണി ചേച്ചിയുടെ വീടിൻ്റെ അകത്ത് കണ്ണീരിൽ കനിയുന്ന അമ്മ എന്ന്. അപ്പോൾ അതാണ് തുടർന്നുള്ള വരി വന്നത്. കണ്ണീരിൽ കനിയുന്ന ഒരമ്മയല്ലേ എന്നുള്ള വരി തുടർന്ന് വന്നത്. അത് അത്ര വലിയ പല്ലവി അനുപല്ലവി മാത്രമേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് പല്ലവി അനുപല്ലവി എന്നൊന്നും പറയാൻ അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആൽബം ആയതിന് ശേഷം ഇത് ജോസ് മാഷായിട്ട് പാവർട്ടിയിലുള്ള ലൈറ്റ് മിനിസ്ട്രീസ് എന്ന് പറയും, ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറയും, അവർ ഗ്ലോറിയ മൾട്ടിമീഡിയ തൃശ്ശൂരിൻ്റെ ആൾക്കാർ, ജോസ് സാറ് ആയിട്ട് എൻ്റെ പാട്ട് ഇങ്ങനെ ഇറക്കി തോങ്കുഴി പിതാവാണ് ആശീർവദിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പല്ലവി അനുപല്ലവി എന്നൊക്കെ ഞാൻ കേൾക്കുന്നത്, അങ്ങനെയൊക്കെ പഠിച്ചത്. അപ്പോൾ ഈ പല്ലവി അവിടെ എഴുതി, അനുപല്ലവിയും അവിടെ എഴുതി, ബാക്കി ചരണങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണീരിൽ കനിയുന്നോരമ്മയല്ലേ ഹൃദയത്തിൻ ആശ്വാസഗീതമല്ലേ ഹൃദയേശ്വരനാം നിൻ മകനൻ കൈകളിൽ നൽകിയോരമ്മയല്ലേ അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്ന ജപമാല അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി. ചരണങ്ങൾ എഴുതുമ്പോൾ ഞാൻ അയ്യന്തോള് പള്ളിയുടെ തൊട്ടടുത്തൊരു കന്യാസ്ത്രീമഠമുണ്ട്. അവിടെ ഒരു മാതാവിൻ്റെ ചെറിയൊരു സ്തൂപം പോലെ തന്നെ നിൽക്കുന്ന ഒരു മാതാവിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് അമലയാം അമ്മയൻ പുണ്യമല്ലേ എന്ന് പറഞ്ഞത്. മാതാവിന് എനിക്ക് വേറെ പുണ്യപ്രവർത്തികളൊന്നും ഇല്ലെങ്കിലും മാതാവ് പരിശുദ്ധ അമ്മ എന്ന് വിളിക്കുന്നത് തന്നെ അമല എന്ന്, അമ്മേനെ മാതാവിനെ അമല എന്ന് വിളിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. അല്ല ഞാൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി. അതാണ് അമലയാം അമ്മ എൻ പുണ്യമല്ലേ എന്ന് എഴുതാനുള്ള കാരണമെന്ത്. അത് അങ്ങനെ വന്ന് ആ പാട്ട് എഴുതി കഴിഞ്ഞ് അങ്ങനെ പാടി പൂമല തൃശ്ശൂർ പൂമല അത്താണി അടുത്ത ഒരു പൂമല പള്ളിയിൽ ഞാൻ ആദ്യം പാടുന്നത്. അവിടെ തൊട്ടടുത്തുള്ള റോസ്ബെല്ല മദർ ലിറ്റിൽ ഫ്ലവർ കോൺവെൻ്റ് ഉണ്ട്. അവിടുത്തെ മദർ ഞാൻ അവിടെ പള്ളിയിൽ ഏകദിന ധ്യാനം നടക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ പോട്ടയിലത്തെ ഔസേപ്പ് കുട്ടി ബ്രദർ അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പാടിയത് ഈ പാട്ടാണ് പാടിയത്. അപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മദർ അവിടേക്ക് വന്നു. മദർ വന്നിട്ട് പറഞ്ഞു, ഈ പാട്ട് പാടുന്ന മകനോട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ പറയുമെന്ന് ആ ബ്രദറോട് പറഞ്ഞിട്ട് പോയി. അപ്പോൾ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പം മദർ പറഞ്ഞു, നിന്നെ സഹായിക്കണമെന്ന് മാതാവ് എന്നോട് പറഞ്ഞു, അതാണ് ഞാൻ അവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു 2000 രൂപ തന്നു. പിന്നെ കുറേ ഷർട്ട് മുണ്ട് എനിക്ക് വേണ്ട എന്തൊക്കെ കുറേ സാധനങ്ങൾ എനിക്ക് തന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ അമ്മയുണ്ടെങ്കിൽ ഒരു മുറ നെയ്തിട്ട് കിട്ടുന്ന 20 രൂപ തന്ന് എന്നെ സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. 2000 രൂപ നോക്കിയാൽ 100 മടങ്ങ് 100 ഇരട്ടിയായിട്ട് എനിക്ക് 100 മേനി
വിളവ് തന്നു 20 രൂപയുടെ. അപ്പോൾ 2000 രൂപ അന്നത്തെ കാലത്ത് എൻ്റെ 26ാമത്തെ വയസ്സിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് 54 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. 26 വയസ്സുള്ളപ്പോഴാണ് എഴുതിയത്. 1998 ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഈ പാട്ട് എഴുതുന്നത്. അതൊക്കെ ഭയങ്കര അതിശയമാണ്. ഇന്നും ഞാനത് മറന്നിട്ടില്ല. അമലയാമമ്മയൻ പുണ്യമല്ലേ, സ്നേഹത്തിൻ സാഗരത്തിരകളല്ലേ, നിത്യസഹായത്തിൻ വാതിലല്ലേ, ഒരു നാളുമണയാത്ത ദീപമല്ലേ, എന്നെ നിൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല, എന്നെ നിൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല.